അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇറാനിൽ ഫസ്റ്റത്തെ ബോംബ് തന്നെ ആ ഒരു കുട്ടികളുടെ നേരേക്ക് സ്കൂളിൽ കൊണ്ടുപോയി ഇട്ട കാരണം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെയും ഒരു ഭാഗമായിട്ടാണ് കേട്ടോ. 2 വർഷം മുന്നേ ഗസയിൽ നടന്നപ്പോൾ 20 ലക്ഷം 25 ലക്ഷം എന്താ ജനസംഖ്യ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾക്കൊക്കെ ചിലപ്പോൾ ഓർമ്മ ഉണ്ടാവും. എൻ്റെ ഓർമ്മ ശരിയാണ്, 20 25 ലക്ഷം ജനസംഖ്യ ഉള്ളതാണ് ഗസ. പിന്നെ അവിടുന്ന് 1 വർഷം 2 വർഷം കഴിഞ്ഞപ്പോൾ ഇപ്പോൾ വരുന്ന ന്യൂസുകളിൽ നിങ്ങൾ ഏതെങ്കിലും ആ കണക്ക് എവിടെയെങ്കിലും പറയുന്നത് കേട്ടിട്ടുണ്ടോ? കേൾക്കില്ല, അത് പറയില്ല. അതിനുള്ള കാരണം ഞാൻ പറഞ്ഞുതരാം. ഇപ്പം എവിടെ പറയുമ്പോഴും അവിടെ ബോംബിങ് ചെയ്തു, ഇസ്രായേൽ ആക്രമിച്ചു, അവിടെ 5 ലക്ഷം ആളുകളാണ് തിങ്ങിപ്പാർക്കുന്ന സ്ഥലമാണെന്ന് മാത്രമേ പറയുള്ളൂ. 10 ലക്ഷം ആൾക്കാർ ഉള്ള സ്ഥലം എന്ന് ഒരിക്കലും പറയില്ല ഗസ. ഇപ്പം 5 ലക്ഷം ആൾക്കാരാണ്. അപ്പോൾ 25 വേണ്ട, 20 നമുക്ക് കണക്കാക്കുക. അപ്പോൾ 5 ലക്ഷം ആൾക്കാർ ഇപ്പോൾ വരുന്ന ന്യൂസിലൊക്കെ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കും. ബാക്കി 15 ലക്ഷം ആൾക്കാർ എവിടെ പോയി? ലക്ഷക്കണക്കിന് കുട്ടികളെ അതേപോലെ ലക്ഷക്കണക്കിന് ആൾക്കാരനെ ഒക്കെ കൊന്നു തള്ളി. എന്നിട്ട് ആളുകളെ ഇറാനിലും ബോംബിട്ടിട്ട് കുറേ ആളുകളെ കൊന്നൊടുക്കിയിട്ടുണ്ട്. അതേപോലെ ഇസ്രായേലിലും പാവപ്പെട്ട ജനങ്ങളുണ്ടല്ലോ, ജനങ്ങളെന്ന് പറഞ്ഞത് അവർക്കൊന്നും അറിയില്ല. അവരെന്തിനു വേണ്ടിയിട്ടാണ് ഈ മരിക്കുന്നത്? അമേരിക്കൻ്റെ പ്രസിഡൻ്റായിട്ട് റോബോട്ടായിട്ട് വന്നിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾ നെതന്യാഹുവിനെ കൊന്നു, ബങ്കറിൽ ഒളിച്ചിരിക്കുക എന്നാണ് പറഞ്ഞത്. ബങ്കറിൽ ഒളിച്ചിരുന്നപ്പോൾ ബോംബ് ഇട്ടിട്ട് ബങ്കറോട് ബങ്കറായിട്ട് ഒരുപാട് പേരായിട്ട് മൊത്തം ചുട്ട് ചാമ്പലാക്കി. നെതന്യാഹുവിൻ്റെ അനിയനുണ്ട്, അനിയനെ കൊന്നു. അത് ഇസ്രായേൽ തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ആയത്തുള്ള ഖമേനിയെ വധിച്ചു, അത് ഇറാൻ സ്ഥിരീകരിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരുപാട് പേരെ മിലിറ്ററിക്കാരനെയും അതേപോലെ ഒരുപാട് പേരെ കൊന്നിട്ടുണ്ടായിരുന്നു. അതേപോലെ ആയത്തുള്ള ഖമേനിയുടെ മകനുണ്ടല്ലോ, മകന് പരിക്ക് പറ്റി. ഇതൊക്കെയാണ് നമ്മുടെ ന്യൂസ് ചാനലുകളൊക്കെ ഇപ്പോൾ 2-3 ദിവസമായിട്ട് വരുന്ന കാര്യങ്ങൾ. ആയത്തുള്ള ഖമേനി മരിച്ചു എന്നുള്ളത് ഇറാൻ തന്നെ അവരുടെ ഇതിൽ സ്ഥിരീകരിച്ചതാണ്, അത് കുഴപ്പമൊന്നുമില്ല. പക്ഷേ നെതന്യാഹു മരിച്ചു എന്നുള്ളതിന് യാതൊരു തെളിവുമില്ല. അതൊക്കെ വെറുതെ ഫേക്ക് ന്യൂസ് അതേപോലെ അങ്ങനത്തുള്ള ന്യൂസുകളൊക്കെ ആയിട്ടാണ് ഈ വരുന്നത്. പക്ഷേ അതിന് തെളിവുകളും കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ നെതന്യാഹുവിൻ്റെ അനിയൻ മരിച്ചു എന്നുള്ളതിൻ്റെ ന്യൂസ് ചാനൽ കണ്ടിട്ടുണ്ടായിരുന്നു, അത് അവരെന്നെ പറയുന്നുണ്ട് തോന്നുന്നുണ്ട്. പക്ഷേ പിന്നൊന്നുണ്ട്, നെതന്യാഹു 10 ദിവസങ്ങളായി ഒരു മെസ്സേജും ഇല്ല, ഒരു കോണ്ടാക്റ്റും ഇല്ല. അതേപോലെ ഡെയിലി ഓരോ കാര്യങ്ങളായിട്ട് ഇങ്ങനെ പറയുന്ന ആളായിരുന്നു അത്ര. പക്ഷേ ഇപ്പോൾ 10 ദിവസങ്ങളായിട്ട് എവിടെയും ഒരു ടച്ചില്ല. നെതന്യാഹു ഇപ്പോൾ ഉണ്ടോ അതാ ഇനിയിപ്പോൾ ഇവർ പറഞ്ഞത് ശരിയാണോ എന്നുള്ളതൊന്നും അറിയില്ല കേട്ടോ. അതൊക്കെ ഇനിയിപ്പോൾ അവരെന്നെ പറഞ്ഞാലാണ് അറിയുള്ളൂ. ഇപ്പോൾ അങ്ങനെ തന്നെ ഉണ്ടാവുകയാണെങ്കിൽ കൂടിയിട്ടും അവർ സ്ഥിരീകരിക്കാനൊന്നും ഒരിക്കലും പോകണില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ അവരൊക്കെ അതൊക്കെ നമുക്കറിയില്ല കേട്ടോ. നമുക്കൊരു പൊതുവേ നമ്മുടെ ഒരു കാര്യം പറയുകയാണ്, അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ അവരത് മാറ്റി വയ്ക്കും. അത് വെച്ചിട്ട് അതിനെ ഡ്യൂപ്ലിക്കേറ്റ് വേറെ എന്തെങ്കിലുമൊക്കെ അവർ അറേഞ്ച് ചെയ്യാൻ പറ്റുമെന്ന് അതും നോക്കും. അതിന് പറയാൻ കാരണമുണ്ട്. നമ്മുടെ ട്രംപിൻ്റെ മുന്നേ പ്രസിഡൻ്റ് ആയിരുന്നില്ലേ, അമേരിക്കൻ പ്രസിഡൻ്റ് ആയിരുന്നില്ലേ, ബൈഡൻ ഉണ്ടായിരുന്നില്ലേ. ബൈഡൻ അതേപോലെ ഏറ്റവും ഒരുപാട് കാലങ്ങൾക്ക് മുമ്പേ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ മുന്നിലുള്ള കാര്യങ്ങളൊക്കെ. ഈ ട്രംപ് തന്നെ ആ ഒരു സമയത്ത് ട്വിറ്ററിൽ എഴുതിയിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ട്വിറ്ററിൽ വേറെ ഏതോ ഒരു പ്ലാറ്റ്ഫോമിൽ എഴുതിയിട്ടുണ്ടായിരുന്നു പറയുന്നു. ഇപ്പോൾ പിന്നെ റോബോട്ടായിരുന്നു, പിന്നെ അമേരിക്കൻ്റെ പ്രസിഡൻ്റായിട്ട് റോബോട്ടായിട്ട് വന്നിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ അതേപോലെ തന്നെയാണ് നെതന്യാഹു എന്തെങ്കിലും സംഭവിച്ചാട്ടോ, ഞാൻ സംഭവിച്ചു എന്ന് ഞാൻ പറയല്ല, സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എല്ലാ ന്യൂസ് ചാനലും ഒരുപാട് ചാനലുകളൊക്കെ വരുന്നു നെതന്യാഹു മരിച്ചു, അതേപോലെ നെതന്യാഹുവിനെ ബങ്കറിൽ ഇട്ടിട്ട് തന്നെ മൊത്തം ബോംബ് ഇട്ടിട്ട് മൊത്തം നശിപ്പിച്ചു എന്ന് പറയുന്നുണ്ട്. പിന്നെ നമ്മൾക്കൊരു സംശയം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ നെതന്യാഹുവിൻ്റെ അനിയൻ മരിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട്, അത് അവരെന്നെ സ്ഥിരീകരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നെതന്യാഹുവിൻ്റെ കൂടെ കുറച്ച് മിലിറ്ററിക്കാരൊക്കെ ഉണ്ടായിരുന്നു, അവരൊക്കെ കുറച്ച് പോയി എന്ന് പറഞ്ഞു. പിന്നെ ആയത്തുള്ള ഖമേനിയുടെ മകനില്ലേ മുജ്തബ ഖമേനി, ആൾക്ക് പരിക്ക് പറ്റിയതുകൊണ്ട് നിറയെ ന്യൂസ് വരുന്നുണ്ട്. പക്ഷെ ഇന്നലെ മൂപ്പര് ഒരു ഇതിൽ വന്നിട്ട് പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല, ആൾ സുഖകരമായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്, എല്ലാ ചർച്ചകളും പങ്കെടുക്കുന്നുണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മളൊരു എന്താ സംഭവം ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ഫേക്ക് ന്യൂസ് വരുന്നുണ്ട് കേട്ടോ. നമ്മൾ വിശ്വസിക്കരുത്. കാരണം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ AI വെച്ചിട്ട് എഡിറ്റ് ചെയ്യണ ന്യൂസുകൾ വരുന്നുണ്ട്, അതേപോലെ ഒരുപാട് ഫേക്ക് ന്യൂസുകൾ വരുന്നുണ്ട്. നമ്മൾ നല്ല ന്യൂസുകൾ മാത്രം എടുക്കുക, മനസ്സിലായില്ലേ? അവരുടെ ഭാഗത്തും കുറേ ആളുകൾ ചേർന്ന് പറയുന്നുണ്ട്, അതേപോലെ ഇവരുടെ ഭാഗത്തും കുറേ ആളുകൾ ചേർന്ന് പറയുന്നുണ്ട്. അപ്പം നമ്മൾ തൽക്കാലത്തിന് ഈ ന്യൂസുകളിൽ പറയുന്നത് അത് നമ്മൾ തൽക്കാലത്തിന് നമ്മൾ ഓഫാക്കി വെക്കുന്നത്. അപ്പം നമുക്ക് അറിയുന്നത് എന്താണ് അത് മാത്രം നമ്മൾ ചെയ്യുക. ഇപ്പോൾ ഈ യുദ്ധം കൊണ്ട് ഇപ്പോൾ എന്ത് നേടി?
ഞാൻ ഒന്ന് അറിയാണ്ട് ചോദിക്കുകയാണ്. ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ആളുകളെ ഇറാനിലും ബോംബിട്ടിട്ട് കുറേ ആളുകളെ കൊന്നൊടുക്കിയിട്ടുണ്ട്. അതേപോലെ ഇസ്രായേലിലും പാവപ്പെട്ട ജനങ്ങളുണ്ടല്ലോ, ജനങ്ങളെന്ന് പറഞ്ഞത് അവർക്കൊന്നും അറിയില്ല. അവരെന്തിനു വേണ്ടിയിട്ടാണ് ഈ മരിക്കുന്നത്? അവരുടെ നെഞ്ഞത്തേക്കാണ് ഈ ബോംബുകൾ വന്ന് വീഴുന്നത്. അവ എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ളത് ആർക്കും അറിയില്ല. യുദ്ധം തന്നെ നടക്കുന്നത് എന്തിനാണ്? ഒരു ശരാശരി ഇപ്പോൾ നിങ്ങളോ ഞാനോ ഇപ്പോൾ ആലോചിച്ച് നോക്ക്, ജസ്റ്റ് ഒന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഈ യുദ്ധം നടക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇപ്പം നമുക്ക് എന്തെങ്കിലും അവർ വാങ്ങി തരാനാണോ? അതോ നമുക്ക് നമ്മുടെ കഷ്ടങ്ങളും നമ്മുടെ നഷ്ടങ്ങളും അതേപോലെ നമ്മുടെ എല്ലാ കാര്യങ്ങളും പരിഹരിച്ച് തരാൻ വേണ്ടിയിട്ട് അവർ മുമ്പിട്ട് വന്ന് നിൽക്കുകയാണോ ഈ യുദ്ധത്തിനെ കൊണ്ട് നടക്കുന്നത്? ഒന്നുമല്ല. ജനങ്ങൾക്ക് ഒരു ചുക്കും ചെയ്യില്ല. ഏത് ആൾക്കാരും ഏത് ഇതായാലും ജനങ്ങൾക്ക് വേണ്ടി ഒന്നുമല്ല. ഇത് അവരവരുടെ നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രമാണ്. അവരവരുടെ അധികാരങ്ങൾ, അവരവരുടെ എന്താ പറയുക, അവരവരുടെ ബ്രെയിന് അവരുടെ അധികാരത്തിൽ തന്നെ നിൽക്കണം. അവർക്ക് അതിൽ നിന്ന് വിട്ടുമാറാൻ പറ്റില്ല. അവർ പറയുന്നത് ലോകം മുഴുവൻ കേൾക്കണം എന്നുള്ള ഒരു മൈൻഡ്, അതിനാണ് ഈ ഒരു പാവപ്പെട്ട ജനങ്ങളെ കൊന്നൊടുക്കുന്നത്. അതിപ്പോൾ ഇസ്രായേലിലാണെങ്കിലും ഇറാനിലാണെങ്കിലും ജനങ്ങൾ മരിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് ഒന്നും അറിയാത്ത ജനങ്ങളെയാണ് ഇപ്പോൾ കൊന്നൊടുക്കുന്നത്. ഗസയിൽ എത്ര ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ഗസയിൽ മരിച്ചത്. എന്തിനു വേണ്ടിയാണ് ഗസയിൽ മരിച്ചത്? നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്ക്, ജസ്റ്റ് ഒന്ന്. ഇപ്പോൾ നമ്മൾ എല്ലാ മതക്കാരും ഉണ്ടാവും, എല്ലാ വിഭാഗക്കാരും ഉണ്ടാവും, അവരുടെ കൂടെ നിൽക്കുന്ന ആൾക്കാരുണ്ടാവും, ഇവരുടെ കൂടെ നിൽക്കുന്ന ആൾക്കാരുണ്ടാവും. നമുക്ക് എന്താണ് ഭീഷണി? ജനങ്ങൾക്ക് എന്താണ് ഭീഷണി വന്നത്? അത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ലക്ഷക്കണക്കിന് കുട്ടികളെ അതേപോലെ ലക്ഷക്കണക്കിന് ആൾക്കാരനെ ഒക്കെ കൊന്നു തള്ളി, എന്നിട്ട് എന്ത് നേടി? നമുക്ക് വല്ലതും കിട്ടിയോ? ആ ജനങ്ങൾക്ക് വല്ലതും കിട്ടിയോ? അത് അവരെ കൊന്ന ജനങ്ങൾക്ക് വല്ലതും കിട്ടിയോ? ഒന്നും കിട്ടിയില്ല. അവരുടെ അപ്പോൾ വേറെ നാട് അടിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അവരെ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് എന്താണ് കാര്യം? ഗസയിലത്തെ കാര്യം പറയാൻ എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, ഗസയിൽ നമ്മൾ ആദ്യം 2 കൊല്ലം മുമ്പേ അവർ ഫസ്റ്റ് സ്റ്റാർട്ടിങ് യുദ്ധം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ന്യൂസ് ചാനലുകളിലൊക്കെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയും ഏകദേശം അവിടുത്തെ ജനസംഖ്യ, ഇത് ആരും പറഞ്ഞിട്ടില്ല, ഞാൻ മാത്രം പറയാണ്, പക്ഷേ ഇത് എല്ലാവർക്കും അറിയാം. സംഭവം എല്ലാവരും മറച്ചു വെക്കുകയാണ് സംഭവം. ജനങ്ങൾക്ക് അറിയരുത്, ലോകത്തിന് അറിയരുത് പറഞ്ഞിട്ട് ഈ മറച്ചു വെച്ചിട്ട് എന്ത് നേടാൻ പോണു? എല്ലാവരും മനുഷ്യർ തന്നെയല്ലേ? എല്ലാവരും ഇന്നല്ലെങ്കിൽ നാളെ മരിക്കുന്ന മനുഷ്യർ തന്നെയാണ്. എല്ലാവരും ഒരേപോലെ തന്നെയാണ്. ആരും ഇതിൽ വ്യത്യാസമായിട്ടൊന്നുമില്ല. ഇന്ന് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എനിക്ക് മണ്ണ് തന്നെയാണ്. ഇപ്പോൾ കോടീശ്വരനായിട്ടുള്ള ആൾക്കാർ നാളെ ഈ വീഡിയോ കാണാൻ വേറെ ആരും മരിച്ചാലും അവർക്കും മണ്ണ് തന്നെയാണ്. അതല്ലാണ്ട് വേറെ ഒന്നുമില്ല. അല്ലെങ്കിൽ ചിലപ്പോൾ കുറച്ച് ആൾക്കാരനെ മറ്റേ ഇതിൽ ചിലപ്പോൾ വേറെ എന്തെങ്കിലും അവരുടെ ആചാരപ്രകാരം വേറെ എന്തെങ്കിലും ചെയ്യുമായിരിക്കും. പക്ഷേ അവർ കുറച്ച് ചാരാകുമായിരിക്കും. അല്ലാണ്ട് വേറെ എന്താണ് ഇപ്പോൾ അവർക്ക് നേടാൻ പോണത്? ഗസയിലത്തെ കാര്യം പറഞ്ഞാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ആദ്യം പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ യുദ്ധം 2 വർഷം മുന്നേ ഗസയിൽ നടന്നപ്പോൾ 20 ലക്ഷം 25 ലക്ഷം എന്താ ജനസംഖ്യ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾക്കൊക്കെ ചിലപ്പോൾ ഓർമ്മ ഉണ്ടാവും. എൻ്റെ ഓർമ്മ ശരിയാണ്, 20 25 ലക്ഷം ജനസംഖ്യ ഉള്ളതാണ് ഗസ. പിന്നെ അവിടുന്ന് 1 വർഷം 2 വർഷം കഴിഞ്ഞപ്പോൾ ഇപ്പോൾ വരുന്ന ന്യൂസുകളിൽ നിങ്ങൾ ഏതെങ്കിലും ആ കണക്ക് എവിടെയെങ്കിലും പറയുന്നത് കേട്ടിട്ടുണ്ടോ? കേൾക്കില്ല, അത് പറയില്ല. അതിനുള്ള കാരണം ഞാൻ പറഞ്ഞുതരാം. ഇപ്പം എവിടെ പറയുമ്പോഴും അവിടെ ബോംബിങ് ചെയ്തു, ഇസ്രായേൽ ആക്രമിച്ചു, അവിടെ 5 ലക്ഷം ആളുകളാണ് തിങ്ങിപ്പാർക്കുന്ന സ്ഥലമാണെന്ന് മാത്രമേ പറയുള്ളൂ. 10 ലക്ഷം ആൾക്കാർ ഉള്ള സ്ഥലം എന്ന് ഒരിക്കലും പറയില്ല. ഇപ്പം 5 ലക്ഷം ആൾക്കാരാണ്. അപ്പോൾ 25 വേണ്ട, 20 നമുക്ക് കണക്കാക്കുക. അപ്പോൾ 5 ലക്ഷം ആൾക്കാർ ഇപ്പോൾ വരുന്ന ന്യൂസിലൊക്കെ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കും. ബാക്കി 15 ലക്ഷം ആൾക്കാർ എവിടെ പോയി? ഇവരുടെ കണക്കിൽ എത്ര 1 ലക്ഷത്തിയോ എത്ര ആയിട്ടുള്ളൂ? 1 ലക്ഷം 1 ലക്ഷം കൂടി ആയിട്ടില്ലോണ്ട് 70 എത്ര ആൾക്കാർ മരിച്ചിട്ടുള്ളൂ എന്നാണ് അവർ പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ ഈ 5 ലക്ഷമാണ് അവിടെ ആൾക്കാർ, അവിടെ പാർക്കുന്ന ആൾക്കാർ 5 ലക്ഷം ആൾക്കാർ പാർക്കുന്ന ആൾക്കാരാണെന്നാണ് പറയണത്. ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് അറിയാൻ വേണ്ടിയിട്ട് ജനറലായിട്ട് ഞാൻ ഒരുപാട് കാര്യങ്ങൾ നമ്മളിങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ നിങ്ങൾക്കൊന്ന് അറിയാൻ വേണ്ടി പറയുകയാണ്. അപ്പോൾ ബാക്കി 15 ലക്ഷം ആൾക്കാർ എവിടെ? അവരെ ചോദ്യം ചെയ്യാൻ ഇപ്പം ഈ 15 ലക്ഷം ആൾക്കാർ എവിടെയെന്ന് ആരെ ചോദ്യം ചെയ്യാം? ഏതാൾക്കാരെ ചോദ്യം ചെയ്യാം? നിങ്ങൾ തന്നെ പറയും. ലോക കോടതി എവിടെ? ലോക കോടതി ഒന്നും ഇല്ലേ? വിദേശകാര്യ മന്ത്രി, ആ മന്ത്രി, ഈ മന്ത്രി, അതേപോലെ പ്രധാനമന്ത്രി, അതേപോലെ പ്രസിഡന്റ്, എല്ലാ നാടും ഉണ്ടല്ലോ. 100 200 കണക്കിന് നാടുകളുണ്ടല്ലോ. ഒരു നാടും ചോദിക്കണില്ല ഇതിനെക്കുറിച്ചിട്ടൊന്നും. ഇപ്പം നടക്കുന്ന യുദ്ധമുണ്ട്, ഈ യുദ്ധത്തിനെ കുറിച്ചിട്ടും ഒരു നാടും ചോദിക്കണില്ല. എന്തിനു വേണ്ടിയിട്ടാണ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് അറിയേണ്ട ആളുകൾക്ക്. ഇവരെന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്? അത് അവർ വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയി അണുബോംബോ അല്ലെ വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയി ഇട്ടോ? അതിനും കാരണമുണ്ട്. അതിന് ഞാൻ പറയാം. ഈ യുദ്ധം നടക്കുന്നെന്ന് പറയുന്നത് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു നാട് ഭീഷണിയാണ്. അത് എന്താ കാരണം എന്നറിയോ? ഇറാൻ ഭീഷണിയാണ്, ചൈന ഭീഷണിയാണ്, അതേപോലെ റഷ്യ ഭീഷണിയാണ്, ഉത്തര കൊറിയ ഭീഷണിയാണ്. ഈ 4 നാടും ഇവർക്ക് ഭീഷണിയാണ്.
ആർക്ക്? അമേരിക്കക്കാർക്കല്ല, ഇസ്രായേലിന് ഭീഷണി. എന്തുകൊണ്ടാണെന്നറിയോ? ഈ 4 നാടുകളിനെ ഇസ്രായേൽ പറഞ്ഞത് കേൾക്കില്ല, നെതന്യാഹു പറഞ്ഞത് കേൾക്കില്ല. അമേരിക്കൻ അടക്കം ഈ ഇസ്രായേൽ എന്ന് പറഞ്ഞ നാട് അമേരിക്കൻ അടക്കം വരച്ച വരയിൽ നിർത്തിയേക്കുകയാണ്. അതെനിക്ക് പറയാൻ സാധിക്കും. കാരണം എന്താണെന്നറിയോ? ഞാൻ ട്രംപിൻ്റെ ഫസ്റ്റ് സ്റ്റാർട്ടിങ് മുതലുള്ള ന്യൂസുകൾ തന്നെ കാണും. ട്രംപ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ചോദിച്ചു കഴിഞ്ഞാൽ വാർത്തകൾ നിറഞ്ഞു നിൽക്കാൻ മാത്രം ആൾ നോക്കുകയുള്ളൂ, ബിസിനസ് പരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നോക്കുകയുള്ളൂ. പിന്നെ എന്തുകൊണ്ട് ട്രംപ് ഇവിടെ കൊണ്ടുപോയി ബോംബിട്ടു നിങ്ങൾ ചോദിക്കും. അതിനും ഉത്തരം ഞാൻ പറഞ്ഞുതരാം. അതിൻ്റെയൊക്കെ ലിങ്ക് കിടക്കുന്നത് എഫ്സ്റ്റീൻ ഫയലിലാണ് കിടക്കുന്നത്. മനസ്സിലായില്ലേ? ഇപ്പം ട്രംപിന് യുദ്ധം ചെയ്യാണ്ട് വേറെ വഴിയില്ല. ട്രംപ് ആവുന്നതും അടിച്ച് പറഞ്ഞു നോക്കി, ഞാൻ യുദ്ധം ചെയ്യില്ല, യുദ്ധത്തിന് പോലെ. ട്രംപിന് അമേരിക്കക്ക് ഞാൻ സപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കക്ക് യുദ്ധം ചെയ്യാൻ താല്പര്യമില്ല. ഇപ്പോൾ ട്രംപിന് താല്പര്യമില്ല. കാരണം എന്താണ്? ട്രംപിനെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണ്. ആര്? ഇസ്രായേൽ ചെയ്യിപ്പിച്ചതാണ്. എന്തിനു വേണ്ടി? ഈ എഫ്സ്റ്റീൻ ഫയലിന് വേണ്ടിയിട്ട് മാത്രം. ഈ എഫ്സ്റ്റീൻ ഫയലിൽ ട്രംപിൻ്റെ 5% വീഡിയോയും കാര്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ബാക്കി 95% അവരുടെ കയ്യിലുണ്ട്. ഇസ്രായേലിൻ്റെ കയ്യിൽ, നെതന്യാഹുവിൻ്റെ കയ്യിലുണ്ട്. ട്രംപിൻ്റെ മാത്രമല്ല, ലോകരാജ്യങ്ങൾ ഒരുപാട് പേരുടെ, ഈ ചൈന, ഉത്തര കൊറിയ, അതേപോലെ റഷ്യ, അതേപോലെ ഇറാൻ, അങ്ങനെയുള്ള നാടുകളുടെ വിട്ട് ബാക്കി എല്ലാ നാടുകളുടെ അധികാരികൾ, കോടീശ്വരന്മാർ, അവരുടെ വമ്പൻ ആൾക്കാരുടെ എല്ലാ ഫയലിൻ്റെ രേഖയും നെതന്യാഹുവിൻ്റെ കയ്യിലുണ്ട്. അത് ഞാൻ ഉറപ്പ് പറയാം. ഈ ഒരു ഫയലിന് വേണ്ടിയിട്ട് മാത്രമാണ് യുദ്ധം. അപ്പം നെതന്യാഹു പറഞ്ഞത് മാത്രം നടക്കണം എന്നുള്ള ഒരൊറ്റ ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് ഈ യുദ്ധം നടക്കുന്നത്. എന്തിനു വേണ്ടി അപ്പം നെതന്യാഹു അങ്ങനെ ചെയ്യുന്നത്? ആ നാടുകളെ ഒഴിവാക്കണം. അത് കഴിഞ്ഞാൽ ആ ഇറാനെ മാത്രം ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കി അറേബ്യൻ കൺട്രീസ് ഉണ്ടല്ലോ, മൊത്തം ഏകദേശം 5, 10, 15 നാടുകൾ വരുന്നുണ്ടല്ലോ. സൗദി, ഖത്തർ, ഒമാൻ, അബുദാബി, ദുബായ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നാടുകളൊക്കെ ഉണ്ടല്ലോ. ഈസിയായി അവർക്ക് പിടിക്കാൻ പറ്റും, വല വീഴ്ച പിടിക്കാൻ പറ്റും നെതന്യാഹുവിന്. അതറിയാം നിങ്ങൾക്ക്. അതിനാണ് അമേരിക്കയുടെ മിലിറ്ററി ബേസൊക്കെ ആദ്യം തന്നെ മുന്നേ അവിടെ ഉള്ളത്. ഇതൊക്കെ പ്ലാനിങ്ങിൻ്റെ ഭാഗമാണ്. ഇത് ഒരു ദിവസം 2 ദിവസത്തെ പ്ലാനിങ് അല്ല, ഏകദേശം 30 വർഷം 40 വർഷത്തെ പ്ലാനിങ് ആണിത്. മനസ്സിലായില്ല? ആ പ്ലാനിങ്ങിൽ ഓരോ മിലിറ്ററി ബേസും അവിടെ ഇവിടെയും സെറ്റ് ചെയ്ത് വന്നിരിക്കുകയാണ്. അതിന് ഇറാൻ മാത്രമാണ് ഭീഷണി. മനസ്സിലായില്ലേ? ആ ഇറാനെ മാത്രം അവർ നശിപ്പിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അറേബ്യൻ നാടുകളൊക്കെ മൊത്തം എഫ്സ്റ്റീൻ ഫയൽ ഇത് അങ്ങനെ കാണിച്ചിട്ട് മൊത്തം വരുത്താം. പിന്നെ അറേബ്യൻ നാടുകൾക്ക് പിന്നെ പൊതുവെ യുദ്ധത്തിന് പോകാനുള്ള ശക്തികളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇപ്പോൾ ഗസയിൽ അടിച്ച മാതിരി കയറി കഴിഞ്ഞാൽ ഒന്നുമില്ല, അവർക്ക് പൈസ മാത്രമേ ഉള്ളൂ. ഞാൻ ഇതെന്തിനാ പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഒരുപാട് ന്യൂസുകൾ കാണലുള്ള ആളാണ്. ഞാൻ വീഡിയോസ് ചെയ്യുമ്പോൾ തന്നെ 1-2 ന്യൂസ് എന്നല്ല, ലോക ന്യൂസുകൾ, നമ്മുടെ നാട്ടിലത്തെ ന്യൂസുകൾ, എല്ലാ ആഴ്ച നാളെ നടക്കുന്ന കാര്യം ഇന്ന് തന്നെ നമ്മൾ പ്ലാൻ ചെയ്യും. നിങ്ങൾ നമ്മുടെ മറ്റുള്ള വീഡിയോസ് കണ്ടിട്ട് നമ്മൾ ഒരിക്കലും വിലയിരുത്തേണ്ട ആവശ്യമില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ നോക്കിയിട്ടാണ് ഞാൻ ഈ ഒരു ചാനലിൽ പ്രവർത്തിച്ചുകൊണ്ട് വരുന്നത്. ഗൾഫ് നാടുകൾ പിടിച്ചു കഴിഞ്ഞാലുള്ള നേട്ടം, അവിടെ ഒരുപാട് സമ്പത്തുകളുണ്ട്. എണ്ണ ഉണ്ട്, പെട്രോൾ, ഗ്യാസ്, അതേപോലെ തന്നെ സ്വർണം, അതേപോലെ തന്നെ ഒരുപാട് ഇതുണ്ട് അവർക്ക് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവർക്ക് എത്ര വലിയ എന്ത് വേണമെങ്കിലും ലോകത്തിനോട് അവർക്ക് എന്ത് വേണമെങ്കിലും ലോകത്തിൽ ചെയ്യാൻ പറ്റും. ഇന്ന് ഞാനും നിങ്ങളും വീട്ടിലിരുന്ന് ചെയ്യുന്ന കാര്യം ഇസ്രായേൽ തീരുമാനിക്കുന്നതാണ്. അതറിയാം നിങ്ങൾക്ക്? ഇന്ന് ഞാൻ എന്ത് ചെയ്യണം, ഞാൻ ഈ വീഡിയോ എന്ത് ചെയ്യണം, ഇന്ന് ഞാൻ എന്ത് കഴിക്കണം, എന്ത് ഭക്ഷണം കഴിക്കണം, ഇന്നത്തെ ഗ്യാസിൻ്റെ റേറ്റ് അടക്കം ഇസ്രായേലിൻ്റെ കയ്യിലാണ്. ഇപ്പം നിങ്ങൾക്ക് ഗ്യാസ് നിങ്ങൾക്ക് റേറ്റ് കൂടി, അതറിഞ്ഞ് നിങ്ങൾക്ക് ഇപ്പോൾ 100 രൂപൻ്റെ മേലെ ഇപ്പോൾ ഗ്യാസ് റേറ്റ് കൂടി. അത് മാത്രമല്ല, ഉള്ളത് ഡബിൾ റേറ്റ് ആകും. 1000 രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2000 രൂപയ്ക്ക് ആവേണ്ട ഇപ്പം തന്നെ ചാൻസ് ഉണ്ട്. ഇപ്പം നമ്മുടെ ഇവിടെ കയറാത്ത വേറെ കാരണമൊന്നുമല്ല, അതിന് വേറെയും കുറേ കാരണങ്ങളുണ്ട്. വോട്ട് വരികയാണ്, ഇലക്ഷൻ വരികയാണ്, അതിൻ്റെ കാരണങ്ങളൊക്കെ ഉണ്ട്. അതും കയറും. പെട്രോൾ 100 രൂപയാണെങ്കിൽ ഇപ്പോൾ അത് 200 രൂപയിലേക്ക് വരും. ഇപ്പോൾ ഈ ഒരു മാസം കയറുമോ എന്നുള്ളത് സംശയമാണ്. കാരണം എന്താണെന്നറിയോ? അടുത്ത മാസം അതിൻ്റെ പിറ്റേന്നതാണ്, ഇനി 1.5 മാസം കൂടി ഉണ്ട്, ഇലക്ഷനാണ് വരുന്നത്. അപ്പോൾ ആ ഇലക്ഷൻ്റെ കാരണം കൊണ്ട് ഇവർക്ക് നഷ്ടമായാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ഇവരിങ്ങനെ ആ ഒരു ഇത് കയറ്റാണ്ട് പിടിച്ച് നിർത്തിയൊക്കെയാണ്. മനസ്സിലായില്ലേ? ഇലക്ഷൻ കഴിഞ്ഞോട് കൂടിയിട്ട് ബും എന്ന് പറഞ്ഞിട്ട് മേലെ കയറും. മനസ്സിലായ? അപ്പോൾ ജനങ്ങൾക്ക് ഇത് യാതൊരു വിധത്തിലും യുദ്ധം കൊണ്ട് ഗുണമല്ല, നഷ്ടങ്ങൾ തന്നെ ഉള്ളൂ. അത് അവിടുത്തെ ജനങ്ങൾ മാത്രമല്ല അനുഭവിക്കുന്നത്, നമ്മുടെ നാട്, അതേപോലെ ലോകത്തെ മുഴുവൻ ജനങ്ങളുമാണ് ഈ അനുഭവിക്കുന്നത്. ഹോർമോസ് കടലിടുക്ക് അടച്ചു പൂട്ടിയിരിക്കുകയാണ് ഇറാന്. മനസ്സിലായി ഞങ്ങൾക്ക്? ഹോർമോസ് കടൽ അടച്ചു പൂട്ടിയിട്ട് 1000 കപ്പലാണ് അപ്പുറത്തും ഇപ്പുറത്ത് നിൽക്കുന്നത്. ആ വഴി പോകാൻ പറ്റാതെ ഒരു കപ്പൽ പണ്ട് ഇവിടെ മറ്റേ ഈ ഒരു എന്താണ് കനാലില്ലേ, എന്തോ ഒരു കനാൽ, ആ കനാലിൽ കുടുങ്ങിയിട്ട് ഇങ്ങനെ ക്രോസായി നിന്നിട്ടുണ്ടായിരുന്നു 2 വർഷം മുന്നേ.
ആ ഒരു കപ്പൽ ഒരാഴ്ച നിന്നുകൊണ്ട് തന്നെ ലോക വിപണിയിൽ തന്നെ അതിൽ നിന്ന് കുറച്ച് സാധനങ്ങൾക്കൊക്കെ വില കൂടി. അതൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് അറിയുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഹോർമൂസ് കടൽ ലോകത്തെ മൊത്തം 50% സാധനങ്ങൾ അവിടെ നിന്നാണ് വരുന്നത്. എണ്ണ, ഗ്യാസ്, അതേപോലെ മറ്റുള്ള സാധനങ്ങളൊക്കെ 50% കപ്പൽ വന്ന് സാധനങ്ങൾ വരുന്നത് ആ ഹോർമൂസ് കടലെടുക്കുക വരുന്നത്. അപ്പോൾ ആ വഴി ഇപ്പോൾ 3 ദിവസമായിട്ട് അടച്ച് പൂട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഈ 3 ദിവസം കൊണ്ട് തന്നെ ഇപ്പോൾ മൊത്തം ഹൈ റേറ്റിൽ നിങ്ങൾക്ക് ന്യൂസുകൾ കണ്ടിട്ടുണ്ടാകാൻ അറിയാം. ഹൈ റേറ്റിൽ എണ്ണ, ഗ്യാസ് എല്ലാം കയറിയിട്ടുണ്ട്. നമ്മളവിടേക്ക് കയറാത്ത കാരണം വേറൊന്നുമല്ല, ഈ ഇലക്ഷൻ്റെ ഇത് കാരണം മാത്രമാണ് പിടിച്ച് നിർത്തിയേക്കാണ്. ഇലക്ഷൻ കഴിഞ്ഞാൽ പിന്നെ നമ്മളാരോ അവരായോ എന്നുള്ള മാറ്റം. എന്താ വെച്ചാൽ നമ്മൾ വോട്ടിടണമല്ലോ. അപ്പോൾ നമുക്ക് പറയാമല്ലോ, ലോകത്തൊക്കെ പെട്രോൾ വില കയറി, ഗ്യാസ് വില കയറി, നമുക്ക് ഇതുവരെ ഒന്നും കയറ്റി തന്നിട്ടില്ല. അപ്പോൾ നമ്മുടെ ഗവൺമെൻറ് നല്ലതാണ്. ഞാൻ ഗവൺമെൻറ്റിന് കുറ്റം പറയല്ല കേട്ടോ, ഞാൻ ജസ്റ്റ് പൊതുവെ ഒന്ന് പറഞ്ഞു പോയതാണ്. അപ്പോൾ നമ്മുടെ ഗവൺമെൻറ് നല്ലതാണ്, അപ്പോൾ നമുക്ക് കുഴപ്പമില്ല എന്ന് പറയാം. പക്ഷേ ഇലക്ഷൻ കഴിഞ്ഞാൽ ഒക്കെ ബും 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 ആയിട്ട് കയറും. ഇതിൻ്റെ കെടുതിയൊക്കെ നമ്മൾ ജനങ്ങൾ അനുഭവിക്കണം. യുദ്ധം വേറെ ഏതോ നാട്ടിലുണ്ട്, പക്ഷെ അതൊക്കെ നമ്മളിരുന്ന് വീട്ടിൽ അനുഭവിക്കണം. നമുക്ക് വേണ്ടിയിട്ടോ ജനങ്ങൾക്ക് വേണ്ടിയിട്ടോ അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടോ ഒന്നുമല്ല ഈ യുദ്ധം നടക്കുന്നത്. അവരവരുടെ സ്വന്തം താല്പര്യത്തിന് വേണ്ടി, അവരവരുടെ ഇതിനു വേണ്ടി, അവരവരുടെ എന്താ പറയുക, അവരുടെ ഹെഡ് വെയിറ്റ്, അവരുടെ ഭരണത്തിന് വേണ്ടി അവർ പറഞ്ഞ ലോക ജനത മൊത്തം അവർ പറഞ്ഞതേ ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെയുള്ളതുണ്ട്. പിന്നൊന്ന്, എഫ്സ്റ്റീൻ ഫയലിൽ കുടുങ്ങിയത് ഒരുപാട് നാടുകളുണ്ട്. ആ നാടുകളിലെ മൊത്തം ഇസ്രായേലിൻ്റെ വരുതിയിലാണ് അവർ നിർത്തിയിട്ടുണ്ട്. ഇസ്രായേൽ ചെയ്തേ പറ്റുള്ളൂ, അതിന് യാതൊരു വിഷയവുമില്ല. നമ്മൾ അതേപോലെ തന്നെ ഇപ്പോൾ അമേരിക്ക ചെയ്യുന്ന പോലെ ട്രംപിന് യാതൊരു വിധത്തിലും നമ്മൾ യുദ്ധത്തിന് താല്പര്യമില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ട്രംപ് യുദ്ധം ആഗ്രഹിക്കുന്ന ആളല്ല. മൂപ്പർക്ക് ബിസിനസ്, മൂപ്പര് ഒരു മൈൻഡ് ഞാൻ പറഞ്ഞുതരാം. മൂപ്പർക്ക് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ വാർത്തകളിൽ ഇടം പിടിച്ച് നിൽക്കണം. എപ്പോഴും ട്രംപിൻ്റെ ന്യൂസ് ഫ്രണ്ട് ലൈനിൽ വന്ന് നിൽക്കണം. മനസ്സിലായല്ലോ? നമ്മൾ എന്തു പറയുകയാണെങ്കിലും ട്രംപ് ആയിരിക്കണം അതിൽ ഫ്രണ്ട്. അങ്ങനെ ഒരു മെൻറ്റാലിറ്റിക്കാരനാണ് ട്രംപ്, അല്ലാണ്ട് യുദ്ധക്കൊതിയനല്ല. അത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പം ഉദാഹരണത്തിന് ഇപ്പം നമ്മുടെ ഇന്ത്യയും പാകിസ്ഥാനും യുദ്ധം നിർത്തി എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ ട്രംപ് അറിഞ്ഞിട്ട് തന്നെ ഉണ്ടാവില്ല. ഉടനെ ട്രംപ് അറിഞ്ഞതും ചാടി പിടിച്ച് ട്വിറ്ററിൽ എസിൽ കമൻറ്റ് ഇട്ടു. എന്ത്? ഞാൻ പറഞ്ഞ കാരണം യുദ്ധം നിർത്തിയത്. എന്താ വെച്ചാൽ ട്രംപ് ട്വീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ട്രംപ് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ എല്ലാവരും വിചാരിച്ചിട്ട് ട്രംപ് കാരനാണ് നിർത്തിയത്, ട്രംപിന് അറിയാം. അപ്പോൾ ആ ചർച്ചാ വിഷയം ട്രംപിന് അവരുടെ ഇമേജ് കുറച്ച് കയറും. മനസ്സിലായില്ല? ഇന്ത്യയും പാകിസ്ഥാനും യുദ്ധം നിർത്തിയപ്പോൾ ഉടനെ ട്രംപ് അയച്ചു. അതേപോലെ തന്നെ ഇപ്പോൾ വീണ്ടും റഷ്യയുടെ കൂടെ ഇന്ത്യ എണ്ണ വാങ്ങാണ്ട് കരാറിട്ടപ്പോൾ ട്രംപിന് അറിഞ്ഞില്ല, ട്രംപ് ഉറങ്ങിയിരിക്കുകയായിരുന്നു. ഉടനെ ആരോ വന്ന് സൈഡിൽ നിന്ന് പറഞ്ഞു, അതേപോലെ റഷ്യയുടെ അടുത്ത് നിന്ന് എണ്ണ വാങ്ങാൻ വേണ്ടിയിട്ട് ഇന്ത്യ പോയിട്ടുണ്ട് പറഞ്ഞു. ഉടനെ ട്രംപ് എടുത്തു, ഞാൻ അനുമതി കൊടുത്തിട്ടുണ്ട് ഇന്ത്യക്ക് 30 ദിവസം എന്ന് പറഞ്ഞിട്ട്. മനസ്സിലായ? അപ്പം എന്തായി? അപ്പം ലോകരാജ്യങ്ങൾ എന്ത് വിലയിരുത്തും? ലോകരാജ്യങ്ങൾ വിലയിരുത്തും, ട്രംപ് പറഞ്ഞ കാരണം കൊണ്ടാണ് ഇന്ത്യ പോയി എണ്ണ വാങ്ങാൻ പോയി റഷ്യയുടെ അടുത്ത് കരാറിട്ടതെന്ന്. സത്യത്തിൽ അതൊന്നുമല്ല. അപ്പം നമുക്കറിയില്ല നമ്മുടെ നാട് എങ്ങനെ വേണം, നമ്മുടെ പ്രധാനമന്ത്രിക്ക് അറിയില്ല നമ്മൾ എന്ത് ചെയ്യണം, എങ്ങനെ വാങ്ങണം, എവിടുന്ന് വാങ്ങണം എന്നുള്ളതൊക്കെ. അപ്പോൾ ട്രംപിൻ്റെ ഇത് കാരണം അത്രയും മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഒന്നും വേണ്ട, ഞാനിടുന്ന വീഡിയോ പോലും ഏകദേശം ഒരു 10 മില്യൺ ആയി വെച്ചോ. ട്രംപിനെ കുറിച്ചിട്ട് എന്തെങ്കിലും പൊക്കി പറഞ്ഞിട്ട് ഒരു കാര്യം 10 മില്യൺ ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ ട്രംപ് എന്നെ ചിലപ്പോൾ പറയുന്നു വെക്കാം. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞാണ്, സുൽഫിയുടെ അടുത്ത് ആ വീഡിയോ ഞാനാണ് ഇടാൻ പറഞ്ഞത്, അത് കാരണമാണ് 10 മില്യനായി ലോകരാജ്യങ്ങൾക്ക് മൊത്തം വൈറലായി കിടന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ട്രംപ് മെസ്സേജ് ട്വിറ്റ് ചെയ്യും, ഈ എക്സിൽ കുറിക്കും. ചിലപ്പോൾ ട്രംപിന് ന്യൂസിൽ വൈറലായിട്ട് നിൽക്കണം. എന്താ വെച്ചാൽ വലിയൊരാൾ എന്ത് ചെയ്താലും അത് ശരിയെന്ന് വിചാരിക്കും. ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ എന്നെപ്പോലുള്ള ആൾ, ഇപ്പോൾ ഞാനിപ്പോൾ ആ ഒരു ക്യാനിൽ പൈസ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ, ആ പൈസ ഇട്ടിട്ട് ഞാൻ പബ്ലിക്കിൽ പോയിട്ട് ഒരാളിനെ സെറ്റ് ചെയ്യാണ്ട് ബസ് സ്റ്റാൻഡുകളിൽ പോയിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ടായിരുന്നു. എന്നിട്ടും ഒരുപാട് പേര് എന്നെ വിമർശിച്ചു, നീ ഫേക്കാണ്, ഡ്യൂപ്ലിക്കേറ്റാണ്, നീ അങ്ങനെ ചെയ്തില്ല എന്ന്. പക്ഷേ എടുത്ത ആൾക്കാർക്കും അറിയാം, വീഡിയോ കണ്ട ആൾക്കാർക്കും അറിയാം, എല്ലാം അത് ശരിയാണ്. അത് എന്നെപ്പോലുള്ള ആൾക്കാർ ചെയ്ത കാരണം അത് തെറ്റെന്ന് പറയും. നമ്മൾ ശരിയായിട്ട് ചെയ്തത് തെറ്റെന്ന് പറയും. ഇനി എന്നെക്കായും വലിയ ഹൈ ലെവലിൽ ഫോളോവേഴ്സും റീച്ചും അതേപോലെ നല്ലുള്ള ആൾക്കാർ ഒരാളെ സെറ്റ് ചെയ്തിട്ട് ഒരാളടുത്ത് മാത്രം പോയിട്ട് പൈസ പിടിക്കുക, ഇതാ കൊടുക്ക്, എണ്ണിക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയെന്ന് പറയും ആൾക്കാർ. അവർ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമില്ല. എന്താ വെച്ചാൽ അവർ വലിയ ആൾക്കാരാണ്, അവർക്ക് എന്തും ചെയ്യാം. നമ്മൾ ചെറിയ ആൾക്കാർ ശരി ചെയ്ത് കഴിഞ്ഞാൽ അത് എന്തും തെറ്റാണ്. ഞാൻ ട്രംപിൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞാണ്. എന്താ വെച്ചാൽ ട്രംപ് എന്ത് ട്വീറ്റ് ചെയ്താലും അത് ശരിയായിരിക്കും. അതേപോലെ തന്നെ ചെറിയ ആൾക്കാർ എന്ത് ചെയ്താലും അത് അവിടെ ശരിയല്ല. അപ്പം ഞാൻ പറഞ്ഞു തരുന്നത് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, ഇതൊക്കെ അതിൻ്റെ ഒരു ജോയിൻ്റ് എന്താ സംഭവം ചോദിച്ചു കഴിഞ്ഞാൽ, ഇതൊക്കെ ആ എഫ്സ്റ്റീൻ ഫയലിൽ കുടുങ്ങിക്കെടുക്കുന്ന കാരണമാണ് ഈ യുദ്ധങ്ങൾ മുഴുവൻ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്.
യുദ്ധം മുഴുവൻ ഇപ്പം നടക്കുന്ന യുദ്ധങ്ങളും ആളുകൾ മരിക്കുന്നതും അതേപോലെ തന്നെ മിലിറ്ററിക്കാർ മരിക്കുന്നതും ഇന്നലെ പറയുന്നത് കേട്ടു ഇറാൻ്റെ അല്ല ഇസ്രായേലിൻ്റെ 150 മിലിറ്ററിക്കാർ ഇന്നലെ മരിച്ചു എന്ന് പറയുന്നത് കേട്ടു. അതേപോലെ തന്നെ ഒരുപാട് കപ്പലിന് ബോംബിട്ടു എന്ന് പറയുന്നത് കേട്ടു. അറേബ്യൻ നാട് കംപ്ലീറ്റ് യുദ്ധത്തിലാണ്. എല്ലാം ഡ്രോൺ വിട്ടിട്ടും മിസൈൽ വിട്ടിട്ടും മൊത്തം അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ വന്ന് വീണത് ആൾക്കാർക്ക് വേണ്ടിയിട്ടല്ല എന്നുള്ളത് മനസ്സിലാക്കുക. അതേപോലെ തന്നെ തെറ്റായ രീതിയിൽ ആരും പ്രചരിപ്പിക്കണ്ട. നമുക്കൊന്നും നേടാൻ പോകുന്നില്ല, നമുക്ക് ആരും നേടിത്തരില്ല. നമ്മൾ കഷ്ടപ്പെട്ട് ജീവിതത്തിൽ മുന്നേറി വന്ന് നമ്മൾ പൈസയും പണമൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മൾ 4 പേർക്ക് നല്ല അത് മാത്രമേ ഉള്ളൂ നല്ലത്. വേറെ ആരും ഏത് നാടും ഇതും എന്ത് യുദ്ധം ചെയ്ത് അവരവരുടെ താല്പര്യത്തിന് വേണ്ടി മാത്രമാണ്. മനസ്സിലായില്ലേ? അവരവരുടെ താല്പര്യത്തിന് വേണ്ടി മാത്രമാണ് യുദ്ധങ്ങൾ, ആളുകളെ കൊല്ലണത് മൊത്തം. ഗസേത്തെ കാര്യമൊക്കെ പറഞ്ഞില്ല ഞാൻ. 20 ലക്ഷം 25 ലക്ഷം ആളുകളെ വെറും 5 ലക്ഷം ആളുകളുള്ളൂ. ബാക്കിയുള്ള ആളുകളൊക്കെ എവിടെ പോയി? ആരും ചോദ്യം ചെയ്യല്ല, അറബി നാടുകളും ചോദ്യം ചെയ്യല്ല. കാരണം എന്താണ്? എല്ലാം എസ്റ്റീം ഫയലിൽ പെട്ടിരിക്കുകയാണ് എല്ലാ നാടുകളും. ഇപ്പം നമ്മുടെ നാടുണ്ടോ എന്നുള്ള അറിയില്ല, നമ്മുടെ നാടിൻ്റെ ഒന്നും പൂർണ്ണമായിട്ടുള്ള രീതി അറിഞ്ഞിട്ടില്ല. ബാക്കിയുള്ള ഏകദേശം എല്ലാ നാടുകളും എസ്റ്റീം ഫയലിൽ. ഇപ്പോൾ ഒന്നും വേണ്ട. അതെങ്ങനെയാണ് എസ്റ്റീം ഫയലിൽ അവർ പെടുത്തുന്നത്? എലിമിനേറ്റി എന്ന് പറയുന്നില്ല, കുറച്ച് പേര് ഒരു സംഘമല്ലേ, അവർ പെടുത്തുകയാണത്. അത് മനസ്സിലായിക്കോ. ഇപ്പം നാളെ നമ്മളിപ്പോൾ ഈ ഒരു ലെവലിൽ നിൽക്കുമ്പോൾ നമ്മളെ അടുത്ത് ആരും വരില്ല. ഇപ്പം നാളെ തന്നെ നമ്മളിപ്പോൾ ഒരു ഇലക്ഷനിൽ നിന്നിട്ടോ അല്ലെങ്കിൽ ഒരു MLA ആയിട്ടോ ഒരു MP ആയിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നമ്മളൊരു ഹൈ ലെവലിൽ വന്നു പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം നമ്മളെ വലയിട്ട് പിടിക്കും. വലയിട്ട് പിടിച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മളെ പറഞ്ഞ് നമ്മളെ കൊണ്ട് അത് ചെയ്യുക ഇത് ചെയ്യുക, നിങ്ങളുടെ ഈ ഒരു പോസ്റ്റ് തരാം, നിങ്ങൾക്ക് ഇത്ര പൈസ തരാൻ വേണ്ടിയിട്ട് പൈസ ഇത് ബ്രെയിനിൽ കുത്തി നിറച്ചിട്ട് അധികാരങ്ങൾ നമുക്ക് മോഹിപ്പിക്കും. നമ്മളെ ഒരുപാട് മോഹിപ്പിച്ചിട്ട് അവരുടെ ആ ഐലൻഡിൽ കൊണ്ട് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കും. ആ ഒരു സന്ദർഭത്തിൽ നമ്മൾക്ക് ചെയ്യാതിരിക്കാൻ വേറൊരു വഴിയില്ല. അത് അവർ ഫോട്ടോ എടുക്കുകയും ചെയ്യും, വീഡിയോ എടുക്കുകയും ചെയ്യും. മനസ്സിലായില്ലേ? ആര് വന്നാലും ഇതന്നെയാണ് അവസ്ഥ. ഈ ഫോട്ടോ അവരുടെ അടുത്ത് എന്നും ഉണ്ടാവും. അപ്പോൾ പിന്നെ അവരെപ്പോൾ പറഞ്ഞാലും നമ്മൾ ചെയ്യണം. അവരിതാ കാണിക്കും, ഇതാ മോനെ ഇതാ ഫോട്ടോ ഉണ്ട്, നീ പറ നിൻ്റെ നാട്ടിൽ ഇതാ അവിടെ ഒരു കലവരം ഉണ്ടാക്ക്, അല്ലെങ്കിൽ അവിടെ പോയിട്ട് അവിടെ അത് മൊത്തം ആൾക്കാരനെ എങ്ങനെ ചെയ്യ്, ആൾക്കാരനെ പട്ടിണിക്കിട്, ഇപ്പോൾ ഗ്യാസ് വില കൂട്ട്, സ്വർണ്ണ വില കൂട്ട്, അല്ലെങ്കിൽ ആൾക്കാരുടെ മൊത്തം ഇതാക്ക്, അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് ഒരു മിലിറ്ററി ബേസ് ഇന്ത്യയിൽ ഇതാ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ചെയ്യാണ്ടിരിക്കാൻ വേറെ വഴിയില്ല. മനസ്സിലായില്ലേ? എന്താണ്? എസ്റ്റീം ഫയലുണ്ട്. എസ്റ്റീം ഫയലിൽ വിട്ട് കഴിഞ്ഞാൽ നമ്മളെ മൊത്തം അടിച്ച് കൊല്ലും എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ അവർ പറഞ്ഞത് എന്തും നമ്മൾ ചെയ്തു കൊടുക്കണം, സാധിച്ചു കൊടുക്കും. അതേപോലെ തന്നെയാണ് ലോകരാജ്യങ്ങൾ മൊത്തം. എലിമിനേറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുറച്ച് പേരടങ്ങുന്ന സംഘം ലോകം ഭരിക്കണമെന്ന് പറഞ്ഞത് ഇതാണ് അതിൻ്റെ പോയിന്റ്. അത് മനസ്സിലാക്കിക്കോ. ഇപ്പം നമ്മൾ വളർന്നു വരുമ്പോൾ ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. വളർന്നു വരുമ്പോൾ നമുക്കത് എന്താണെന്ന് അറിയില്ല. വളർന്ന് നമ്മളൊരു ടോപ്പ് ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ അവന്മാർ നമ്മളെ കോർത്തുകൊണ്ടേയിരിക്കും. ആദ്യം കുറച്ച് പായസം ഒഴിച്ചു തരും, കുറച്ച് തേൻ ഒഴിച്ചു തരും, അതിലും വരില്ലേ കുറച്ച് പണം തരും, അതിലും വരില്ലേ കുറച്ച് സ്വർണ്ണക്കട്ടകൾ തരും. അപ്പോൾ എന്തായാലും പോകുമല്ലോ. മനസ്സിലായില്ലേ? കയ്യിൽ തേൻ ഒഴിച്ചിട്ട് നക്കാണ്ടിരുന്ന് കഴിഞ്ഞാൽ നക്കാൻ പാടില്ല പറഞ്ഞാൽ ആരെങ്കിലും നക്കാണ്ടിരിക്കുമോ? അത് നല്ല ആൾക്കാരാണെങ്കിലും കെട്ട ആൾക്കാരാണെങ്കിലും അത് അവർ ചതിയിൽ പെടുത്തുകയാണ്. ചതിയിൽ പെടുത്തിയിട്ട് ലാസ്റ്റ് അവർ അവിടെ കൊണ്ടുപോകും, അവരുടെ ഐലൻഡോ ആ ഒരു സാധനത്തിൽ. അവിടുത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാലോ അല്ലേ? അതൊക്കെ അതിൻ്റെ ഫുള്ള് A to Z ഫുള്ള് ന്യൂസ് വായിച്ച് കംപ്ലീറ്റ് അതിൻ്റെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ടാണ് ഞാൻ ഈ പറയണത്. പറയണമെന്നല്ല. അതിൻ്റെ സംഭവം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇനിയും ന്യൂസ് ഒരുപാട് പോകും. അതിൻ്റെ കാര്യം പറയുമ്പോൾ അവരുടെ ആചാരത്തിൻ്റെ ഭാഗമായിട്ടുള്ള ആ ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിൻ്റെ കാര്യങ്ങളും അവരുടെ പ്രവൃത്തികളും ഒക്കെ കുറിച്ച് പറയാന്നുണ്ടെങ്കിൽ ഞാൻ ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ അതിൻ്റെ എല്ലാ കാര്യങ്ങളും പഠിച്ചിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ടുണ്ട്. ലോകകാര്യങ്ങൾ എല്ലാം ഏകദേശം ഫുള്ളായിട്ട് അറിയില്ലെങ്കിലും ഏകദേശം ന്യൂസ് കണ്ടിട്ടും വായിച്ചിട്ടും ഏകദേശം എല്ലാം അറിയാം. അപ്പോൾ ആ കാര്യങ്ങൾ പറയുമ്പോൾ ദജ്ജാലിനെ കുറിച്ച് പറയാനുണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ ക്രൈസ്തവരുടെ ദൈവം ഉണ്ടല്ലോ, നമ്മുടെ ഈസാ നബി, ഞങ്ങൾ ഈസാ നബി എന്നാണ് പറയുക. അതേപോലെ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയാനുണ്ട്. ഇതൊക്കെ കൂടി ചേർന്ന് നടക്കുന്ന അവരുടെ ആചാരമായിട്ടുള്ള ആ ഒരു കാര്യം മനസ്സിലായില്ലേ? അത് മറ്റൊരു വീഡിയോയിൽ ഞാൻ എന്തായാലും പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇറാനിൽ ഫസ്റ്റത്തെ ബോംബ് തന്നെ ആ ഒരു കുട്ടികളുടെ നേരേക്ക് സ്കൂളിൽ കൊണ്ടുപോയി ഇട്ട കാരണം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെയും ഒരു ഭാഗമായിട്ടാണ് കേട്ടോ. അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. അതേപോലെ ലോക രാജ്യങ്ങൾ കെടുക്കുന്ന കാര്യങ്ങളും അതേപോലെ എല്ലാ കാര്യങ്ങളും പറയണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ എന്തായാലും നിങ്ങൾ കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഞാൻ ഇട്ട് തരാം കേട്ടോ. എനിക്ക് യാതൊരു വിധത്തിലുള്ള പേടിയൊന്നുമില്ല. അതിലൊക്കെ എല്ലാവരും രക്ഷപ്പെട്ട് വരട്ടെ എന്നുള്ള പ്രാർത്ഥന മാത്രമേ ഉള്ളൂ കേട്ടോ. അതിൽ നമ്മുടെ നാടുകളൊക്കെ കുടുങ്ങിയിട്ടുണ്ടെങ്കിലും വേറെ ഏതെങ്കിലും നാടുകൾ കുടുങ്ങിയിട്ടുണ്ടെങ്കിലും എല്ലാം അതിന് രക്ഷപ്പെട്ട് വരണേ എന്നുള്ള ഒരൊറ്റ പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. എന്താ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ ലോകത്ത് ജീവിക്കുന്നത് നമ്മൾ മനുഷ്യരായിട്ട് നമ്മൾ കുറച്ച് കാലം സന്തോഷമായിട്ട്
നമ്മുടെ വീട്, കുടുംബം, നമ്മുടെ കുട്ടികൾ, അതേപോലെ നമ്മുടെ ചെറിയ ചെറിയ എൻജോയ്മെൻ്റ് ഒക്കെ ചെയ്ത് നമ്മൾ അടിച്ച് പൊളിച്ചിട്ട് കുറച്ച് കാലം മാത്രമേ ഉള്ളൂ നമ്മുടെ ജീവിതം. ഏകദേശം നോക്കുകയെന്നുണ്ടെങ്കിൽ ആകെ കുറച്ച് വർഷങ്ങൾ മാത്രമേ ഉള്ളൂ. ആ ഒരു ജീവിതം നമുക്ക് നല്ല രീതിയിൽ ജീവിച്ചു പോകണം. നമുക്കൊന്നും വെട്ടിപ്പിടിക്കേണ്ട ആവശ്യമില്ല, ഒന്നും സമ്പാദിക്കേണ്ട ആവശ്യമില്ല, അതേപോലെ നമുക്കൊന്നും വേണ്ട. എന്തിനാണ് എന്തുണ്ടാക്കിയ ആൾക്കാർ ലാസ്റ്റ് മണ്ണിൻ്റെ അടിയിലാണെന്ന് ഞാൻ പറഞ്ഞില്ലേ. പിന്നെ എന്തിനാണ് അധികാരങ്ങൾ, എന്തിനാണ് മോഹങ്ങൾ, എന്തിനാണ് കുറേ സ്വത്തുക്കൾ? നമുക്കാകെ കുറച്ച് കഞ്ഞോ വയറോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ പറ്റുള്ളൂ. കൂടി വന്നവർ ഇത്ര ഇറച്ചി കഴിക്കാൻ പറ്റിയിരിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സാധനം കഴിക്കാൻ പറ്റിയിരിക്കും. അതിൻ്റെ കൂടുതൽ നമ്മുടെ വയറിന് സ്ഥലമില്ല. അത് നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കി. അപ്പോൾ ഒരുപാട് സ്വത്ത് ചേർന്നിട്ടും അധികാരങ്ങൾ ഉണ്ടാക്കിയിട്ടും ഒരുപാട് മൊത്തം ലോക ജനങ്ങൾ മൊത്തം ഞാൻ പറയുന്നത് തന്നെ കേൾക്കണം എന്നുള്ള അധികാര മോഹങ്ങളും ഒക്കെ ആയിട്ട് ഇതേപോലത്തെ ഫയലിലൊക്കെ പോയി പെട്ട് ആ ഒരു ഫയലിൻ്റെ പ്രകാരം ഒരാൾക്ക് വേണ്ടിയിട്ട് ലോക ജനതകളെ മൊത്തം വരച്ച വരയിൽ നിർത്തുന്നുണ്ട്. അതാത് നാട്ടിലത്തെ അധികാരികൾ, അതാത് നാട്ടിലത്തെ ആളുകളൊക്കെ ലോകം മൊത്തം വരച്ച വരയിൽ നിർത്താൻ കാരണം എന്താണ്? ഈ ഒരാളുടെ തെറ്റാണ്. പക്ഷേ ആ ഒരാളുടെ തെറ്റിന്ന് നമുക്ക് പൂർണ്ണമായിട്ട് പറയാൻ പറ്റില്ല. എന്താ വെച്ചാൽ അവരിനെയും കൊണ്ടുപോയി പെടുത്തുകയാണ്, അല്ലാണ്ട് വേറെ വഴിയില്ല. അവർക്കും അതിന് രക്ഷപ്പെടാൻ എങ്ങനെയെന്നുള്ള അറിയണില്ല. അവരിന്നെ മാപ്പ് സാക്ഷിയായിട്ട് വരും ചെയ്യാം. പക്ഷെ ജനങ്ങൾ അവരെ സ്വീകരിക്കില്ല എന്നുള്ള അറിയണ കാരണം കൊണ്ട് അവർ അങ്ങനെ പോവുകയാണ്. പക്ഷെ അത് കാരണം കൊണ്ട് നമുക്ക് എന്താ ബെനിഫിറ്റ്? ജനങ്ങൾക്ക് മൊത്തം കഷ്ടകാലമാണ്, ലാസ്റ്റ് വരെ കഷ്ടകാലമാണ്. ജനങ്ങൾക്ക് ഒരിക്കലും നല്ല കാലം വരില്ല. നമ്മുടെ ഉള്ള കുറച്ച് കാലം നമുക്ക് സന്തോഷത്തോടു കൂടി ജീവിക്കണം എന്നുള്ള മോഹങ്ങളൊക്കെ നമ്മൾ ഒഴിഞ്ഞ് എവിടെ നോക്കിയാലും യുദ്ധം, ഇന്ന് വരുമോ യുദ്ധം, നാളെ വരുമോ യുദ്ധം, എപ്പോഴും തലയ്ക്ക് ബോംബിടുവോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് നമ്മുടെ മനസ്സിൽ. അത് കാരണം കൊണ്ട് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ആവുന്നത് നോക്കുക. തെറ്റായ സന്ദേശം ആരും ഉപയോഗിച്ച് ആരും ഒന്നും വിടരുത്. എല്ലാ മതസ്ഥരായാലും ഹൈന്ദവരായാലും ക്രൈസ്തവരായാലും മുസ്ലിംസ് ആയാലും ഇപ്പോൾ നമ്മളെ ഇന്ത്യയിൽ ജീവിക്കുന്ന എല്ലാ വിഭാഗപ്പെട്ട ആളുകളാണെങ്കിലും ഫേക്കായ ന്യൂസ് ഒരിക്കലും പരത്തരുത്. അതേപോലെ തന്നെ നല്ല കാര്യങ്ങൾക്ക് മാത്രം നമ്മുടെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുക. അതേപോലെ തന്നെ നല്ല രീതിയിൽ നമ്മൾ ജീവിക്കുക. നമ്മുടെ ഭരണാധികാരികളെയൊക്കെ നമ്മൾ സ്നേഹിക്കുക, അവരുടെ കൂടെ തന്നെ നിൽക്കുക, അവർ പറയുന്നത് നമ്മൾ കേൾക്കുക. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നോക്കി നമുക്ക് കുറച്ച് കാലം കൂടി നമുക്ക് ഈ ഒരു കൊച്ചു നമ്മുടെ നാട്ടിൽ നമുക്ക് അടിച്ചു പൊളിച്ച് സന്തോഷമായിട്ട് നമുക്ക് ജീവിക്കണം എന്നുള്ള ഇത് പറഞ്ഞിട്ട് ഞാൻ ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ് കേട്ടോ. ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ നിങ്ങൾ ഇട്ടോ. നമുക്ക് ന്യൂസ് പറയാൻ അറിയാത്ത ആളെന്നല്ല, നമ്മൾ കൂടുതലും ലോക ന്യൂസുകളും അതേപോലെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഇതുകളും എല്ലാം ഞാൻ വായിച്ച് മനസ്സിലാക്കുന്ന ഒരാളാണ് കേട്ടോ. അപ്പോൾ അത് കാരണമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഓക്കെ, ബൈ.